മറന്നു. നീ എത്ര ഐസ്ക്രീം തിന്നു? ആ മിടുക്കൻ. അപ്പോ യാത്രയൊക്കെ രസമായിരുന്നല്ലേ? എന്തിനാ അന്വേഷിക്കുന്നത്? ജയേട്ടനെ കൂടി വിളിച്ചിട്ട് വന്നോ? വെക്കേഷൻ കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായാലും ഈ സമയത്ത് കുട്ടികൾ കൂടെ വന്നത് നന്നായി. ലയൻസി മേനന്റെ ബംഗ്ലാവിൽ ന്യൂ ഇയർ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കോൺഫറൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. വത്സലയും കുട്ടികളും പോണം. ഞങ്ങൾ മാത്രമായിട്ടോ? ജയേട്ടൻ കൂടി വരണം. ഏയ്, ഞാൻ വരുന്നില്ല. ഡാഡി കൂടി വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. ഡാഡിക്ക് നമ്മുടെ കൂടെ വരാൻ ഇഷ്ടമില്ല ബാബു, അതുകൊണ്ടാ. നിനക്കൂടെ പോയിക്കൂടെ? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ജയേട്ടാ, വരാന്ന് പറയൂ. വരാം. നല്ല ഡാഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ലയൺസ് സ്ഥാപനങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ നിലയിലും സ്നേഹനിർഭരമായ നവവത്സരാശംസകൾ. ഒരു അത്യാഹിതത്തിൽ നിന്ന് ഈശ്വരാനുഗ്രഹത്താൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മിസ്റ്റർ ജയമോഹനും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു വത്സലയും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതം മുതലേ നല്ലൊരു ഗായകനെന്ന് പേര് കേട്ട മിസ്റ്റർ ജയമോഹനോട് ഈ നവവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിനും നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ഗാനം ആലപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോറി. മിസ്റ്റർ ജയമോഹൻ. ഇല്ല, നടന്നേ. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം മൂടുമ്പോൾ വീണ്ടും മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. കാറ്റും അവയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. പാതിര കാറ്റും അവയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. la 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 la
സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. ഇത് ജയമോഹൻ മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഇതൊന്ന് വായിക്കൂ. നമ്പർ 17. ഇപ്പോഴോ? ലയൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. ഉണ്ട്. ലയൺ സി മേനോനെ കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് നമ്പർ 17 അല്ല, ലയൺ തന്നെയാണ്. അതുകൊണ്ട് ജയമോഹന്റെ മരണത്തിന് ഉത്തരവാദി ലയൺ സി മേനോൻ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. നോൺസെൻസ്. ഒരു കടലാസ് തിരിച്ചും മറിച്ചും കാണിച്ച് ആണുങ്ങളെ പറ്റി അപവാദം പറയുന്നു. ജയമോഹന്റെ സ്വന്തം മകനെ പോലെയാ ലയൺ സിമനോ കരുതിയിരുന്നത്. അത് നിനക്കറിയോ? He will never do it. രക്ഷയില്ല. നിങ്ങളെപ്പോലുള്ള ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ശുദ്ധാത്മാക്കളാണ്, അല്ലെങ്കിൽ അഴിമതിക്കാരാണ്. രണ്ടു കൂട്ടരും അപകടകാരികളാണ്. ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ തൂത്തുവാരി അകത്താക്കുക. You shut up. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ ഷട്ടപ്പായിട്ട് തന്നെ ചെയ്യാൻ പോവാ. എന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമിച്ചിരിക്കല്ലേ? ഇന്നു മുതൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. ഇഷ്ടമല്ലെങ്കിൽ ആക്ഷൻ എടുത്തോ, ഇല്ലേ പിരിച്ചുവിട്ടേക്കൂ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവാ. എന്നെ എന്ത് അറസ്റ്റ് ചെയ്യുന്നു? ഞാൻ എന്ത് തെറ്റിയില്ലേ? റാസ്കൽ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നോടാ. വണ്ടി എടുക്കടാ. ആരാ? എന്ത് വേണം? ഇവിടെ വരൂ. ഇവിടെ വരണം മിസ്റ്റർ. ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാനോ? നീ ഇവിടെ വരാ. നീയോ? റഹീമെ ഇന്ന് വരെ ആരും നീയെന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്നിടത്ത് ആരും വരാതിരുന്നിട്ടുമില്ല. ആരാടാ അവൻ? ഞങ്ങളുടെ മുതലാളിയാണ്. ഓഹോ, മുതലാളിയാണോ? ഈ 17-ാം നമ്പർ ലോറിയുടെ ഉടമസ്ഥൻ നീയാണോ? ആണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ?
റഹീമിനെയോ? ഹ, പാവം പോലീസ് പയ്യൻ. പോരെ, എന്നാക്കടാ അത്രയ്ക്ക് ധൈര്യമോ? എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെങ്കിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ നിന്റെ അടിമയായിരിക്കും. ഓഹോ, ഒരു കാലേ ഉള്ളോ? എനിക്കൊരു കാല് കൂടുതലാ. എങ്കിൽ ഇതിലൊരെണ്ണം നിനക്ക് വിരിക്കട്ടെ. ഞാൻ തോൽവി സമ്മതിക്കുന്നു. വരൂ. എന്റെ ഈ കാൽ അറുത്ത് മുറിച്ചിട്ടും ഞാൻ തോൽവി സമ്മതിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കുന്നു. കാല് അറുത്ത് മുറിച്ചോ? ആര്? എല്ലാവരും അറിയുന്ന ആളാണ്, വലിയവനാണ്, മഹാനാണ്. ലയൺ സി മേനോൻ. ലയൺ സി മേനോനോ? അതെ, ലയൺ സ്ഥാപനങ്ങളുടെ ഉടമയായ മേനോൻ. നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ ആത്മമിത്രങ്ങളായിരുന്നു, ഒരു കുഴിയിൽ ചാകാനിരുന്നവർ. തടിയറപ്പായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തൊഴിൽ. അധ്വാനിച്ച് കുറെ പണം കയ്യിൽ വന്നപ്പോ ഞങ്ങളൊരു തടിയറപ്പ് മിൽ ആരംഭിച്ചു. രാപ്പകൽ ഞാനതിൽ പണിയെടുത്തു. ക്രമേണ മില്ലൊരു വലിയ സ്ഥാപനമായി വളർന്നു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി മേനവൻ എന്റെ അടുത്ത് വന്നു. ഇതറിയി, ഇത് വാങ്ങിച്ചോണ്ട് പിരിഞ്ഞു പോയിക്കോളൂ. മനസ്സിലായില്ല. നിന്റെ മുടക്ക് മുതലാണിത്, അത് ഞാൻ തിരിച്ചു തരും. മില്ല് ഇന്ന് മുതൽ എന്റെ സ്വന്തമാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൂപ്പിൽ തടിയറപ്പുകാരായിട്ട് ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ഞാൻ മുകളിലും നിങ്ങൾ താഴെയും. ആ കയ്യിലെ തഴമ്പിപ്പോഴും പോയി കാണില്ല. ഈ അറപ്പ് മില്ല് തുടങ്ങാൻ
ഞാനാണ് മുൻകൈ എടുത്തത്. എന്റെ പറമ്പ് വിറ്റാണ് ഞാനതിനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. 2 വർഷം രാപ്പകൽ അധ്വാനിച്ചാണ് ഈ മില്ല് ഈ നിലയിൽ എത്തിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒരു പങ്കാളിയെ വെച്ചുകൊണ്ട് ഈ ബിസിനസ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ല, കണക്ക് നോക്കി ന്യായമായി എനിക്ക് വരേണ്ട തുക തരാതെ ഞാൻ പിരിഞ്ഞു പോവില്ല. പോണം, പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ തുക പോലും നിനക്ക് കിട്ടില്ല. പടച്ചവനറിയേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ. പോണെങ്കിൽ അതും പോട്ടെ. എന്നാലും നീ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇല്ല, എനിക്ക് കൂടി അവകാശപ്പെട്ട ഈ സ്ഥലത്ത് ഞാൻ ഇറങ്ങില്ല. ദാമോദര, പറയട്ടെ, ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇത് മരമറക്കുന്ന കയ്യാണ്. എന്റെ ശരീരത്തിൽ തൊട്ടാൽ എടുത്തെറിയുക വഴി. അങ്ങനെയാണ് എന്റെ ഈ കാല് നഷ്ടപ്പെട്ടത്. അയാൾ പണക്കാരനായതുകൊണ്ട് കേസിലും അയാൾ തന്നെ ജയിച്ചു. പക്ഷേ എന്നെങ്കിലും ഇതിന് പകരം ചോദിക്കാതെ ഞാൻ മയ്യത്താവില്ല. ലയൺ സി മേനോൻ എന്ന് പറയുന്ന ആൾ ഇത്ര വലിയ ദ്രോഹിയാണോ? അതെ സർ, ഇവിടുത്തെ കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും കള്ളക്കടത്തിന്റെയും പിന്നിൽ അയാളാണ്. കോടീശ്വരനല്ലേ, പണം വാരി വിതറുകയാണ്. ഇന്ന് കാണുന്ന അയാളുടെ സ്ഥാനമാനങ്ങളെല്ലാം വില കൊടുത്ത് വാങ്ങിയതാണ്.